17. 2 തിമോത്തി 3:14 തൊട്ട് 17 വരെയാണ് ഞാൻ വായിക്കുന്നത്. തിമോത്തിയോസിനോട് പറയുന്നത്, നീയോ, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്റെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇത് സോളാ സ്ക്രിപ്ചറയ്ക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വേഴ്സാണ്. അതിൽ നമ്മൾ 15-ാമത്തെ വാക്യത്തിൽ കണ്ടത്, 14-ാമത്തെ വാക്യത്തിൽ കണ്ടത് തിരുവെഴുത്തുകൾ, ഒന്നാമത്തെ പോയിന്റ് തിരുവെഴുത്തുകൾ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായവയാണ് എന്നുള്ളതാണ്. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായവനാണ്. അവിടെ വേറൊരു പോയിന്റ് എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കാതെ, ഞാൻ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുകയാണ്, ചിലപ്പോൾ കേൾക്കുന്നവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നും, ശ്രദ്ധിക്കുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ബാല്യം മുതൽ അതായത് കുട്ടികൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലാണ് വചനം എന്ന് അവിടെ ഒരു പോയിന്റ് ഉണ്ട്. മാത്രമല്ല വായിക്കുന്ന ആൾക്ക് എന്താണ്, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായതാണ്, അത് ബാല്യം മുതൽ അറിയുന്നത് ആണ്. അപ്പൊ തീർച്ചയായിട്ടും പഴയ നിയമത്തെ പറ്റിയായിരിക്കും പറയുന്നത്. അതിലേക്ക് വരാം. അതിൽ നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ, അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. സ്ക്രിപ്ചറിന്റെ ഓണ്ടോളജിയാണ് അതിന്റെ യുണീക്നെസ്സിനും അതിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നമ്മൾ അതിനെ യുണീക്ക് റെഫറൻസിനും കാരണമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ദൈവവചനം ദൈവത്തെ പോലെ തന്നെയാണ്. ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ വചനവും മനുഷ്യന്റെ പാരമ്പര്യമായിട്ട് തുലനം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ യുണീക്നെസ്സിനെ നിങ്ങൾ സിംഗുലർ ആയിട്ട് റിവിയർ ചെയ്യുന്നത്. അതുപോലെ ആർക്കും ഇൻഫോളിബിൾ ആയിട്ട് റെവലേറ്ററി കണ്ടന്റ് സ്രോതസ് തരാൻ പറ്റില്ല എന്നുകൊണ്ട് തന്നെയാണ്. അപ്പൊ എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്. ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാക്യം സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്. ആദ്യത്തെ 14-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായതാണ്. ഇവിടെ സകല സൽപ്രവൃത്തിക്കും അവൻ തികഞ്ഞ് വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും ടീച്ചിങ്, റിപ്രൂഫ്, കറക്ഷൻ, ഇൻസ്ട്രക്ഷൻ ഇൻ റൈറ്റിയസ്നെസ് പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, കാത്തലിക് ആളുകൾ ഇതിനെതിരെ ഒരുപാട് ലെറ്റേഴ്സ് ഒക്കെ എഴുതുന്നുണ്ട്. നിങ്ങൾ എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് എവരി എന്നുള്ള വാക്കാണ്. അപ്പൊ പൗലോസ് പറഞ്ഞത് സം ഓഫ് ദ ഗുഡ് വർക്ക്സ് എന്നല്ല, ടു എക്വിപ്പ് എ ഗോഡ്സ് മാൻ, ടു എക്വിപ്പ് ഹിം ഫോർ സം ഓഫ് ഗുഡ് വർക്ക്സ് എന്നല്ല, മോസ്റ്റ് ഓഫ് ഗുഡ് വർക്ക്സ് എന്നല്ല, എവരി ഗുഡ് വർക്ക്സ് എന്നാണ്. ക്രിസ്തീയ വിശ്വാസത്തിലെ സകല സൽപ്രവൃത്തിക്കും നമ്മളെ പര്യാപ്തമാക്കുവാൻ തിരുവെഴുത്തുകൾക്ക് കഴിയുമെന്നുള്ളതാണ്. ഈ വാക്യം എടുക്കുമ്പോൾ ക്ലാസിക്കലായിട്ടുള്ള ആന്റി പ്രൊട്ടസ്റ്റന്റ് ചലഞ്ച് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഇത് എഴുതുമ്പോൾ പുതിയ നിയമങ്ങൾ എഴുതപ്പെടുന്നേ ഉള്ളൂ, ഈ ലെറ്റർ ഉൾപ്പെടെയുള്ളവ എഴുതപ്പെടുന്നേ ഉള്ളൂ. 2, അത് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനമല്ല എഴുതിയിരിക്കുന്നത്. 3, താഴെ കമന്റ് PTR എന്തോ ലോക്കൊച്ചെ ചേഞ്ച് യുവർ PTR എന്നുവെച്ചാ ഓക്കെ. അതായത് തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് പഴയ നിയമത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ അതിനുള്ള ഉത്തരം ഞാൻ ഇപ്പോഴേ പറയുകയാണ്. തിരുവെഴുത്തുകളുടെ ജനറൽ നേച്ചറിനെ പറ്റിയാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. എല്ലാ തിരുവെഴുത്തുകളെയും പറ്റിയാണ് പറയുന്നത്. പത്രോസ് പറയുന്നത് പൗലോസിന്റെ എഴുത്തുകൾ തിരുവെഴുത്തുകൾ തന്നെയാണ്. മാത്രമല്ല, രണ്ടാമത്തെ പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, തിരുവെഴുത്തുകളുടെ പ്രോഗ്രസീവ് റെവലേറ്ററി നേച്ചറാണ്. തിരുവെഴുത്തുകൾ ദൈവം കർത്താവ് പറഞ്ഞു തുടങ്ങി. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ സ്ക്രിപ്ചറിന്റെ ഇതെന്ന് പറയുന്നത് സഭാപിതാക്കന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഇന്നത്തെ ഇതിൽ തീരുമെന്ന് എനിക്കറിയത്തില്ല. ചില പ്രധാനപ്പെട്ട സഭാപിതാക്കന്മാരുടെ വാക്കുകൾ എല്ലാവരും കൂടെ കോമൺ ആയിട്ട് പറയുന്നത് ഞാൻ പറയാം. കർത്താവ് പറഞ്ഞു തുടങ്ങി, അപ്പസ്തോലന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, അവര് സാക്ഷ്യപ്പെടുത്തി, ഒടുവിൽ അത് രേഖപ്പെടുത്തി. അങ്ങനെയാണ് സ്ക്രിപ്ചർ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ തിരുവെഴുത്തായി മാറുന്നതിന് ഒരു പ്രോഗ്രഷൻ ഉണ്ട്. അതിനൊരു മെത്തേഡായിട്ടാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുന്നത്. എന്തായാലും
തിരുവെഴുത്തുകൾ എന്ന് പറയുന്നതിന് ഒരു ജനറൽ നേച്ചറായിട്ടാണ് തിമോത്തിയോസ് ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ തന്നെയാണ് നമ്മൾ ഇപ്പോ ദാവീദ് തിരുവെഴുത്തിനെ പറ്റി പറയുമ്പോൾ ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ അങ്ങേ പ്രമാണം എന്ന് ജനറലി പറയുന്നത് എല്ലാ തിരുവെഴുത്തുകളും ബാധകമാണ്. അപ്പൊ തിമോത്തിയോസ് ഇവിടെ പറയുന്നത്, ഞാൻ പറയുന്ന എതിർവാദങ്ങൾക്കുള്ള മറുപടി നേരത്തെ പറയുകയാണ്. തിമോത്തിയോസ് പറയുന്ന തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് എല്ലാ തിരുവെഴുത്തുകളുടെയും ജനറൽ നേച്ചറാണ്. പിന്നെ മറ്റൊരു രസകരമായ ആർഗ്യുമെന്റ് ഞാൻ കണ്ടത്, ഒരു കാത്തലിക് ഒരു അപ്പോളജിസ്റ്റ് പറയുന്നത്, ഇത് വെളിപ്പാടിന് ശേഷമായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ, വെളിപ്പാടിന് ശേഷമാണ് ഞാൻ വിശ്വസിച്ചത് എന്ന് പറയുന്ന, ഒന്നാലോചിച്ച് നോക്കിയേ. സത്യത്തിൽ വെളിപ്പാട് 22-ന്റെ 21-ാം വാക്യത്തിന് മുമ്പ് 19-18 പറയുന്നുണ്ട് ഇതിനോട് ഒന്നും ചേർക്കാൻ പാടില്ലാന്ന്. അത് തന്നെ യുണീക്നെസ്സും അതുപോലെ തന്നെ ഓൺഗോയിങ് അല്ല റെവലേറ്ററി പിന്നെ സോഴ്സും എന്ന് അതിനെ കാണിക്കുന്നു. അതായത് ഈ പ്രവചനപരത്തോട് പിന്നെ ഈ ദൈവം തന്നിരിക്കുന്ന തിരുവെഴുത്തുകളോട് ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല എന്ന് പറയുന്നത് സത്യത്തിൽ സ്കോളർ സ്ക്രിപ്ചറെ തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ്. ആവർത്തന പുസ്തകത്തിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സദൃശവാക്യങ്ങൾ 30-നും നമ്മൾ ഇന്നാള് ദൈവപുത്രന്റെ കാര്യം ചർച്ച ചെയ്ത വാക്യത്തിൽ അടുത്ത വാക്യം അതാണ്, ദൈവത്തിന്റെ ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല എന്നുള്ളതാണ് പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ വാക്യം ഞാൻ പറഞ്ഞത് 2 തിമോത്തി 3-ന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഞാൻ ഇന്നലെ അടുത്ത വാക്യം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഉദ്ധരിച്ചൊരു വാക്യമാണ്, 1 കൊരിന്ത്യർ 4-ന്റെ 6. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് അത് മിക്കവർക്കും അൺഫോർച്ചുനേറ്റ്ലി പിന്നെ ഈ പട്ടത്ത് സഭകൾ എന്ന് പറയുന്ന ഉള്ളവർക്ക് ബാക്ക്ഗ്രൗണ്ടോ അതിന്റെ കാര്യങ്ങളോ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിലുള്ളവർ എന്നോട് ക്ഷമിക്കുക. അതായത് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെതിരെ ആദ്യ ചർച്ചിൽ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ചർച്ചിൽ വിഭാഗീയത നടക്കുകയാണ്. പൗലോസ് കേഫാവിന്റെ പക്ഷക്കാർ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ, പൗലോസിന്റെ പക്ഷക്കാർ, ചിലര് ഇവരാരെയും എടുക്കുന്നില്ല, ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ് വിഭാഗീയത നടക്കുക. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയണത് പ്രാകൃതമായി ഉള്ള മനുഷ്യരെ പോലെയാണ്, ജഡികന്മാരെ പോലെയാണ് സെക്ടേറിയനിസം കാണിക്കുന്നത്, എല്ലാം ജഡികന്മാരെ പോലെയാണ്, ബലഹീനരെ പോലെയാണ് നിങ്ങൾ ഈ സെക്ടേറിയനിസം കാണിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത് പിന്നെ എന്താണ്, അവിടെ 2 എക്സാമ്പിളാണ് പറയുന്നത്. 3-ാം അധ്യായത്തില് പിന്നെ ഒരു വീട് പണിയുന്നൊരു ഉദാഹരണം പറയുന്നു. അതുപോലെ തന്നെ ഒരു പ്ലാന്റിങ്ങിന്റെ, ഞാൻ നട്ടു അപ്പൊല്ലോസ് നനച്ചു, മറ്റു വീട് പണി എന്ന് പറയുന്നത് ഞാനുമുള്ളൊരു പിന്നെ വിചാരകനായിട്ട് ഞാൻ അടിസ്ഥാനം ഇട്ടു, മുകളിലേക്ക് പണിമാറാക്കുന്നതൊക്കെ ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞു വരുന്ന 4-ാം അധ്യായത്തിലേക്ക് ഈ ആർഗ്യുമെന്റ് അവസാനിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരുന്നത്. അതായത് നൗ ദീസ് തിങ്സ് ബ്രദറൻ ഐ ഹാവ് ഫിഗറേറ്റീവ്ലി അപ്ലൈഡ് ടു മൈസെൽഫ് ആൻഡ് അപ്പൊല്ലോസ്. ഞാൻ ഈ കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, പ്ലാന്റർ ആയാലും അതുപോലെ തന്നെ ബിൽഡറിന്റെ ഈ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഫോർ യുവർ സേക്ക്, നിങ്ങൾക്ക് വേണ്ടിയാണ്. സോ ദാറ്റ് in us you may not learn to exceed what it is written. ഉണ്ടോ, എഴുതിയിരിക്കുന്നതിനപ്പുറം ആരും ഭാവിക്കാതിരിക്കേണ്ടതിന്, ആർക്കും നേരെ ചീർക്കാതിരിക്കേണ്ടതിനും എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അപ്പസ്തോലത്തിന്റെ ലിമിറ്റ് കൂടി അവിടെ പറയുന്നുണ്ട്. എഴുതിയിരിക്കുന്നതിനപ്പുറത്തേക്ക് ആരും കടന്ന് ചിന്തിക്കരുത്, ആരും ആരെക്കാളും മേൽക്കോയ്മയുണ്ടെന്നോ താഴ്ചയുണ്ടെന്നോ ചിന്തിക്കരുത് എന്നുള്ളതാണ്. അവിടെ അപ്പോസ്തലൻ തന്നെ ഒരു ലിമിറ്റ് അവിടെ വെച്ചിരിക്കുകയാണ്. അവിടെയും ഓറൽ ട്രഡീഷനും മറ്റു കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. ഇനി ഓറൽ ട്രഡീഷനെ പറ്റി പറയുന്ന വാക്യങ്ങളൊക്കെ എടുക്കാം, സമയം അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ എടുക്കാം, എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എടുക്കാം. ഇനി ലൂക്കോസ് തെയോഫിലോസ്, അടുത്ത 3-ാമത്തെ വാക്യം, ലൂക്കോസ് തെയോഫിലോസിന് എഴുതുന്ന ഇൻട്രൊഡക്ഷനിൽ ടു ദ മോസ്റ്റ് എക്സലന്റ് തെയോഫിലോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്യം നിർത്തട്ടെ. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. ഇവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇൻസ്പയർഡ് ആയിട്ട് ലൂക്ക എഴുതുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, വചനത്തിൽ കർത്താവ് നൽകിയത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർത്താവിനെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ അപ്പസ്തോലന്മാര് ഭരമേൽപ്പിച്ചതിന്
ഈ പറഞ്ഞ് പ്രമാണിച്ചു വരുന്ന കാര്യങ്ങൾക്ക് അതിന് പാരലായിട്ട് ഒരു ട്രഡീഷൻ അവിടെ വരുന്നുണ്ട്. അതാണ് ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്. അവിടെ പലരും അത് ചമച്ചിട്ടുണ്ട്. ഈ ട്രഡീഷനെയൊക്കെ അതിന്റെ നിജസ്ഥിതി, അതിന്റെ വാർത്തയുടെ നിശ്ചയം, ടു നോ ദി എക്സാക്ട് ട്രൂത്ത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ടു നോ ദി അല്ലെങ്കിൽ ചില വെർഷനിൽ നോ ഫോർ സർട്ടൺ. ഒന്നാമത്തെ ഭാഗത്ത് പലരും അത് ചമപ്പാൻ തുനിഞ്ഞിട്ടുണ്ട്. അത് അൺഇൻസ്പയർഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ? അത് അൺഇൻസ്പയർഡ് ആണ്. അല്ല, അത് ഇൻസ്പയർഡ് ആണെന്ന് വരികിൽ അത് ഇൻസ്പയർഡ് ആണെന്ന് എങ്ങനെ അറിയുന്നത്? ലൂക്കായുടെ സുവിശേഷം പരിശുദ്ധാത്മാവിലാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് അവിടെ പറയുന്നത്? അതായത് ഇതും പരിശുദ്ധാത്മ നിവേശിതമായിരിക്കുന്ന ലൂക്കായുടെ സുവിശേഷവും അതിന് പാരലായിരിക്കുന്ന ഓറൽ ട്രഡീഷനും കൂടി ഒന്നിച്ചു കൊണ്ടുപോകുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. അതിൽ എന്താണ്? അൺറിലയബിലിറ്റി ഉണ്ട്, അൺസർട്ടനിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ലൂക്ക പറയുന്നത്, നീ ഇത് യു മേ നോ ദി എക്സാക്ട് ട്രൂത്ത് അബൌട്ട് ദി തിങ്സ് യു ഹാവ് ബീൻ ടോട്ട്. നീ അറിഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ശരിയെന്ന് അറിയേണ്ടതിന് ആണ് ഞാൻ നിനക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സുപ്രീം സ്റ്റാൻഡേർഡ് ബൈ വിച്ച് വി നോ ദി എക്സാക്ട് ട്രൂത്ത്. അല്ലെങ്കിൽ പിന്നെ തിയോഫിലസ് കേട്ടതെല്ലാം ആദിമസഭയുടെ പിന്നെ പാരമ്പര്യമാണെന്നാണ് പറയുന്നത്. പാരമ്പര്യം കോട്ട് ആൻഡ് കോട്ട് ഡബിൾ കോട്ട്സിൽ അതെല്ലാം പാരമ്പര്യമാണ്. പാരമ്പര്യങ്ങളിൽ ദൈവികമായ പാരമ്പര്യം അറിയാനുള്ള ഏക റിലയബിൾ സോഴ്സ് എന്ന് പറയുന്നത് സ്ക്രിപ്ചർ മാത്രമായിരിക്കും. ഞാനത് സഭാപിതാക്കന്മാരുടെ ഓരോരുത്തർ അത് എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന ഞാൻ എടുത്ത് പറയാം. ഇന്നത്തെ ഇതില്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എത്ര വാക്യം പറഞ്ഞു? 3 ആയില്ലേ? ഓക്കെ, ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇനി യേശു ക്രിസ്തു എങ്ങനെയാണ് വചനത്തെ കൈകാര്യം ചെയ്തത് നമുക്ക് നോക്കാം. അപ്പൊ ഞാനത് ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. യേശു ക്രിസ്തു ഒരിക്കലും പാരമ്പര്യം എടുത്ത് പറയുന്നില്ല. യേശു ക്രിസ്തു പാരമ്പര്യം എടുത്ത് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പാരമ്പര്യത്തെ നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് ദൈവവചനത്തെ വൃഥാവാക്കുന്നു എന്ന് കാണിക്കാനാണ്. മർക്കോസിലായാലും മത്തായിലായാലും കുർബാൻ എന്ന് പറയുന്ന ഒരു പാരമ്പര്യമാണ്. തർക്കം വരുന്ന സമയങ്ങളിലൊക്കെ ഈ സദുക്കായർ ചലഞ്ച് ചെയ്യുമ്പോഴോ സാത്താൻ ചലഞ്ച് ചെയ്യുമ്പോഴോ ഒക്കെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇറ്റ് ഈസ് റിട്ടൺ എന്നുള്ള രീതിയിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സാത്താൻ ഒബ്വിയസ്ലി വചനം കൊണ്ടാണ് പറയുന്നത്. പക്ഷെ ടോട്ടാ സ്ക്രിപ്ചൂറ പറഞ്ഞിട്ടാണ് കർത്താവിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. പക്ഷെ സോളാ സ്ക്രിപ്ചറുടെ സബ്സെറ്റ് ആണ് ടോട്ടാ സ്ക്രിപ്ചറ. കാരണം എന്താ? ആ പ്രിൻസിപ്പിളിൽ നിന്നാലല്ലേ ടോട്ടാ സ്ക്രിപ്ചർ പറയാൻ പറ്റുള്ളൂ. കർത്താവ് സോളാ സ്ക്രിപ്ചർ ആണെന്നുള്ള പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. കാരണം എന്താണ്? ട്രഡീഷൻ, കർത്താവ് അവിടെ വചനത്തിന് വിരുദ്ധമാണെങ്കിൽ, കാരണം അതിന് മുമ്പ് പറയുന്നത് ഞാനൊരു വാക്യം എടുത്തോട്ടെ. മത്തായി സുവിശേഷം മത്തായി സുവിശേഷം 7 മർക്കോസിന്റെ 7:13. പിന്നെ അതിന് മുമ്പ് പറയുന്നത്, തിരുവെടുത്ത് പറയുന്നത് അപ്പനെ അമ്മയെ ബഹുമാനിക്കാത്തവ മരണശിക്ഷ അർഹിക്കുന്നു. ഇത് തന്നെ മത്തായി 15-ാമത്തെ അധ്യായത്തിൽ 6 പറയുന്നു. അപ്പൊ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് കേട്ടിട്ടുണ്ട്, എഴുതിയിട്ടിരിക്കുന്നു, എല്ലാം എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിന് കോൺട്രഡിക്റ്റ് ആയിട്ട് വരുന്ന പാരമ്പര്യത്തെ കർത്താവ് നേരിടുന്നത് എന്താണ്? നിങ്ങൾ ഒരു പാരമ്പര്യം കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ പ്രബലമായിരിക്കുന്ന ഫരിസേരുടെ ഇടയിലുള്ള കുർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രായമായിരിക്കുന്ന ഏജ്ഡ് ആയിരിക്കുന്ന അപ്പന്മാർക്ക് ചെയ്യേണ്ടത് ഒരു എമൗണ്ട് കൊടുത്ത് അവരെ ഒതുക്കുന്ന കുർബാൻ കൊണ്ടുവന്നിട്ട് ഇത് പിന്നെ ഞാനിത് നിനക്ക് ചെയ്തിരിക്കുന്നുവെന്ന് ദൈവത്തിന് സമർപ്പിതമെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുകയാണ്. സത്യത്തിൽ മരണശിക്ഷയ്ക്ക് അർഹമായ രീതിയിലുള്ള കാര്യത്തെ അവരെ വളച്ചൊടിച്ച് അതൊരു ആചാരമാക്കി മാറ്റി. കർത്താവിനെ പറ്റി പറയുന്നത് നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് പിന്നെ ദൈവവചനത്തെ വൃഥാവാക്കുന്നു. ആ സമയത്ത് ജീവിച്ചിരുന്ന, യേശുവിന്റെ സമയത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തി ആണെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും ചെയ്യുക? തിരുവെഴുത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഏതാണ്. കാരണം അവരുടെ ഇടയിൽ ഓൾറെഡി പാരമ്പര്യമുണ്ട്, യഹൂദരുടെ ഇടയിൽ ഓൾറെഡി പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ദൈവികമാണോ, അത് യഥാർത്ഥത്തിൽ പിന്നെ ദൈവത്താൽ ഉള്ളതാണോ എന്നറിയാനുള്ള ഏക സ്റ്റാൻഡേർഡും തിരുവെഴുത്തുകൾ മാത്രമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി? അപ്പൊ പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ചിലർ പറയും അത് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഇൻഫോളിബിൾ ആയിട്ടിരിക്കുന്ന ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ
ആ ആർഗ്യുമെന്റിലേക്കൊക്കെ വരാം. സഭയുടെ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് സഭ. അതുകൊണ്ട് ആ സഭയ്ക്ക് ഒരു ഇൻഫോളിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് സഭയ്ക്ക് ഇൻഫോളിബിൾ ആയിട്ടൊരു ഡോക്യുമെന്റ് ഇറക്കാൻ പറ്റുന്നെന്ന് പറയുന്നത് തന്നെ ഞാൻ ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഫരിസേയര് തെറ്റിപ്പോയവരാണ്, ദൈവപുത്രനെ വിശ്വസിക്കാഞ്ഞവരാണ്. അവരെ കുറിച്ച് കർത്താവ് പറയുന്നത് മത്തായി 23:2 പറയുന്നത് പിന്നെ ന്യായശാസ്ത്രികളും ഫരിസേയരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. അവരുടെ അതോറിറ്റിയെ കർത്താവ് പിന്നെ തൃണവൽക്കരിക്കുന്നില്ല. അവരുടെ വാക്ക് കേൾക്കുവിൻ, എന്നാൽ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത് താനും. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, അതോറിറ്റിക്കെതിരല്ല സോളാ സ്ക്രിപ്ചറ. ഭൂമിയിൽ അതോറിറ്റി ഉണ്ട്, പക്ഷെ ഒൺലി ഇൻഫോളിബിൾ റൂൾ ദൈവത്തിന്റെ കാര്യങ്ങൾ അറിയുവാനും വിശ്വസിക്കുവാനും ആചരിക്കുവാനും ദൈവിക സത്യങ്ങൾ അറിയാനുള്ള ഒൺലി റെവലേറ്ററി സോഴ്സ് എന്ന് പറയുന്നതാണ് ഒൺലി ഇൻഫോളിബിൾ റൂൾ എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇൻഫോളിബിൾ ആയിരിക്കുന്ന ഒരു സോഴ്സ് കൊണ്ടുവരുവാൻ ഇൻഫോളിബിൾ ആയിട്ട് കൈവെപ്പുള്ള തെറ്റാവരമുള്ള ഒരു കമ്മ്യൂണിറ്റി ആവശ്യമുള്ളതിന്റെ ഇല്ല എന്നുള്ളതിന്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് യഹൂദജനം. ഇത് കമ്പൈൽ ചെയ്യാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഒരു പ്രത്യേക പട്ടത്ത പദവി ഉള്ളവർ തന്നെ വേണ്ട എന്നുള്ളതിന്റെ വേറൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് യഹൂദജനം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഈ പറയുന്ന ഞങ്ങളുടെ കുത്തകയാണെന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും യഹൂദർ എങ്ങനെയാണ് യഹൂദ കാനോൻ പിന്നെ തിരിച്ചത്? മാക്സിമം മെജോറിറ്റി മറുതലിച്ച് നിൽക്കുമ്പോഴും കാനോൻ അവരിൽ വേർതിരിക്കുവാനും വൈഡ്ലി അക്സെപ്റ്റഡ് ആകുവാനും ദൈവം ഇടയാക്കിയതുപോലെ തന്നെ അതിനുവേണ്ടി പ്രത്യേകം ഒരു ടീമിനെ, അത് ഇൻഫോളിബിൾ ആയിട്ട് ഒരു ടീമിനെ ഇറക്കി എന്നല്ല അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മനുഷ്യരിലൂടെ പത്രോസ് പറയുന്നത് പോലെ ദൈവാത്മ നിമിഷിതമായി മനുഷ്യന്റെ ഇഷ്ടത്താലല്ല നിർബന്ധങ്ങളല്ല ദൈവ പരിശുദ്ധാത്മാവിനാലാണ് ഈ തിരുവെഴുത്തുകളെല്ലാം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് ഇൻഫോളിബിലിറ്റി ഉണ്ടാകണമെന്നോ അവർക്ക് പ്രത്യേകിച്ച് തെറ്റാവരം ഉണ്ടായിരിക്കണമെന്നോ നിർബന്ധമില്ല എന്നുകൂടിയാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ സോളാ സ്ക്രിപ്ചറ എക്സ്റ്റെൻഡ് ചെയ്ത് എൻറ്റെയിൽമെന്റ് ആയിട്ട് അവർ പറയുന്നത് ഈ സഭയാണ് ഞങ്ങൾക്ക് ഈ ബൈബിൾ തന്നത്, അതുകൊണ്ട് സഭയ്ക്കും തെറ്റാവരമുണ്ട്, അതൊരു വൺ ഓഫ് ദ സോഴ്സസ് മാത്രമാണെന്നാണ് പറയുന്നത്. എന്നാൽ അനേക കോൺഫ്ലിക്റ്റിംഗ് പാരമ്പര്യങ്ങൾ, അനേക കോൺഫ്ലിക്റ്റിംഗ് പിന്നെ കൗൺസിലുകൾ അല്ലെ പേപ്പൽ ബുൾ അല്ലെങ്കിൽ മറ്റ് എഴുത്തുകൾ, ഈ നേരത്തെ പറഞ്ഞ ലൂക്ക പറഞ്ഞ സമയത്ത് ആ പറയുന്ന സമയത്ത് തന്നെ നിൽക്കുന്ന ട്രഡീഷനിൽ വസ്തുത എന്താണെന്നറിയാൻ പറ്റുന്നത് ദൈവത്താൽ ദൈവാത്മ നിശ്ചയമായിരിക്കുന്ന തിരുവെഴുത്തുകൾ കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ എന്തായാലും തൽക്കാലം നിർത്തുക, എന്നിട്ട് ബാക്കി ഞാൻ അടുത്ത